അപ്പോ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തില് നിർണായക വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. 25 വർഷം ശബരിമല പൊതുമരാമത്തില് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി, ഈ സ്വർണ്ണപ്പാളികൾ ഊരിയെടുത്ത വ്യക്തി, അന്നത്തെ മഹസറിൽ ഒപ്പിട്ട വ്യക്തി, ഇപ്പോഴും സർവീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. ഈ വെളിപ്പെടുത്തലിലൂടെ ആരാണ് കുടുങ്ങാൻ പോകുന്നത്? നമസ്കാരം. അപ്പോ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിക്ക് ശക്തമായിട്ടുള്ള സുരക്ഷ ഏർപ്പാടാക്കണം എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിൽ കുടുങ്ങാൻ പോകുന്നത് വമ്പന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പറ്റിയാൽ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ തന്നെ സുരക്ഷ ഏർപ്പാടാക്കണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ഒരു ജീവൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്, സത്യം പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ എഞ്ചിനീയറുടെ നിർണായക വെളിപ്പെടുത്തൽ പറയുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് രാവിലെ വന്ന ന്യൂസ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ ദേവസ്വം വിജിലൻസ് ആണല്ലോ ഇതിന്റെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സംഘത്തിന് മുൻപില് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്നുള്ളതാണ് അവര് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഇനി ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്താണ് മൊഴി നൽകിയിരിക്കുന്നത്? അതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് 25 വർഷമായിട്ട് ശബരിമലയില് പൊതുമരാമത്ത് വകുപ്പില് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിൽ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത് ഊരിയെടുത്തത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. മാത്രമല്ല മഹസറിൽ ഒപ്പിട്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പോ ഈ സംഭവം നടക്കുന്നത് എങ്ങനെയാണ്? 2019 ജൂലൈ 5-നോ 6-നോ ആണ് ദേവസ്വത്തിന്റെ ഒരു ഉത്തരവ് ഇറങ്ങുന്നത്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ഊരിയെടുത്ത് സ്വർണ്ണൻ പൂശാൻ വേണ്ടി കൊടുക്കാം എന്നുള്ള ഉത്തരവ് ഇറങ്ങുന്നത്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ ദേവസ്വം സ്മിത്ത്, അതായത് തട്ടാനുണ്ടാവുമല്ലോ ഇതൊക്കെ വെരിഫൈ ചെയ്യുന്ന, അപ്പോൾ ആ ദേവസ്വം സ്മിത്തിന്റെയും തിരുവാഭരണം കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ മാത്രമേ ഈ പാളികൾ ഊരി കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഉത്തരവില് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സ്മിത്തും അതുപോലെ തന്നെ ഈ തിരുവാഭരണം കമ്മീഷണറും ഈ മഹസറിൽ ഒപ്പിട്ടിട്ടില്ല. ഈ എഞ്ചിനീയറുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഈ തിരുവാഭരണം കമ്മീഷണർ ഇത് ഊരിയെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ നിർണായകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ജൂലൈ 19-നാണ് ഇത് ഊരുന്നത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് 14 പാളികളും ഊരി മഹസർ രേഖപ്പെടുത്തി എന്നാണ് അദ്ദേഹം ഇപ്പോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സത്യത്തില് ഈ മഹസറിൽ കാണിച്ചിരിക്കുന്നത് 2 ദിവസം കൊണ്ട് ഊരി എന്നുള്ളതാണ്. അതായത് ജൂലൈ 19-ന് 12 പാളികളും ജൂലൈ 20-ന് 2 പാളികളും ഊരി, അതിനുശേഷം ജൂലൈ 20-ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ഇത് കൊടുത്തു എന്നുള്ള ഒരു രീതിയിലാണ് മഹസർ. അപ്പോ അതിലെന്തോ കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് ഈ ജൂലൈ 20-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ എത്തിയതിന് ശേഷം പിന്നെ അത് ചെന്നൈയിൽ എത്തുന്നത് ഓഗസ്റ്റ് 29-നാണ്. അതായത് 39 ദിവസങ്ങൾക്ക് ശേഷം. അപ്പോ ഇവിടെ സത്യത്തിൽ 2 സാധ്യതകളാണ് ഉണ്ടാവുന്നത്. അതായത് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്, മഹസറിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. 19-ന് ഒറ്റ ദിവസം കൊണ്ട് ഊരിയ ഈ സ്വർണ്ണപ്പാളികൾ 2 ദിവസം കൊണ്ട് ഊരി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ 19-ന് യഥാർത്ഥത്തിൽ ഊരുകയും 20-ാം തീയതി ആ സ്വർണ്ണപ്പാളികൾ ഊരിയെടുക്കാൻ വേണ്ടി അവര് വിനിയോഗിച്ചു എന്നും നമുക്ക് വേണമെങ്കിൽ കരുതാം. അതായത് ദേവസ്വം തന്നെ ആ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത്, അതായത് ഈ ചെമ്പിന്റെ മുകളിൽ ക്ലാഡിംഗ് ആണല്ലോ, പൂശലല്ല. അപ്പൊ ഈ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഊരിയെടുക്കാൻ വേണ്ടി ഒരു ദിവസം കൂടി അവര് എക്സ്ട്രാ ഈ ഊരിയെടുക്കുന്ന ദിവസമായിട്ട് കാണിച്ചു. എന്നിട്ട് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് എന്തു കൊടുത്തു? ഈ ചെമ്പ് പാളികൾ കൊടുത്തു എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, 39 ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഇത് ചെന്നൈയിലേക്ക് എത്തിക്കുന്നത്. അതായത് 39 ദിവസം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത്. ആ 39 ദിവസങ്ങൾ കൊണ്ട് ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചെടുത്തു. അതായത് ചെമ്പിന്റെ മുകളിലുള്ള സ്വർണത്തിന്റെ ആ ഒരു ക്ലാഡിംഗ്, അല്ലെങ്കിൽ സ്വർണത്തിന്റെ പാളികൾ, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ആവരണം എന്ന് പറയുന്നത് ഊരിയെടുത്തു. ഇപ്പൊ സ്വർണം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ 24 ക്യാരറ്റ് ആണ്. അതായത് തങ്കം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷെ സ്വർണം എന്ന് പറയുമ്പോൾ നമുക്കും സ്വർണം എന്ന് തന്നെ പറയാം. അപ്പോ ഇവിടെ 2 സാധ്യതകളിൽ ഒരു സ്ഥാനത്ത് ദേവസ്വം മാത്രം കുറ്റക്കാരും, മറ്റ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, അതായത് 39 ദിവസം കൊണ്ട്
ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് ഊരിയെടുത്തത് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറ്റക്കാരനാണ്, അതുപോലെ തന്നെ ദേവസ്വവും കുറ്റക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ദേവസ്വവുമായി യാതൊരു ഔദ്യോഗിക ബന്ധങ്ങളുമില്ലാത്ത ഒരു സാധാരണ വ്യക്തി, ആ വ്യക്തിയുടെ കൈകളിലേക്ക് മറ്റ് ഒരു ഉദ്യോഗസ്ഥന്റെയും സാന്നിധ്യമില്ലാതെ ചെന്നൈക്ക് എത്തിക്കാനുള്ള ആ ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഏജന്റാണ്, സ്വർണ്ണക്കടത്തിലെ ഏജന്റാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. മാത്രമല്ല ഈ പറയുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന എഞ്ചിനീയർ സുനിൽ എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഊരിയെടുക്കുമ്പോൾ അത് സ്വർണപ്പാളികളായിരുന്നു. അത് കൃത്യമായി അളവ് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. തൂക്കി വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം മെഹ്സറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷെ സ്വർണവും ചെമ്പും തമ്മിൽ വേർതിരിച്ചല്ല തൂക്കിയിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സാധ്യതകൾ നോക്കുമ്പോൾ ഒരു സാധ്യതയിൽ ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയ ഒരു കുറ്റവും, മറ്റൊരു സാധ്യതയിൽ മെഹ്സറിൽ എക്സ്ട്രാ എഴുതി ചേർത്ത ആ ഒരു ദിവസം കൊണ്ട് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അറിയാതെ ഊരിമാറ്റി എന്നും നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ രണ്ട് സാധ്യതകളിലും കുറ്റക്കാര് ദേവസ്വം ബോർഡാണ്. ഒരു സാധ്യതയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റക്കാരനായിട്ട് നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും.